വരുന്ന ജൂൺ 2-ന് വ്യാഴം അതിൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് മാറുകയാണ്. 12 വർഷത്തിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന രാശിമാറ്റമാണിത്. വ്യാഴം ഒരു വർഷമെടുത്താണ് ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് മാറുന്നത്. ശനി ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് മാറാനെടുക്കുന്ന സമയം 2.5 വർഷമാണ്. അതുകൊണ്ട് തന്നെ ജ്യോതിഷത്തിൽ വളരെ പ്രധാനപ്പെട്ട 2 രാശിമാറ്റമാണ് ശനിയുടെയും വ്യാഴത്തിൻ്റെയും. വ്യാഴം ശുഭകാരകനും ശനി തമോകാരകനുമാണ്. വ്യാഴം പൂർണ്ണമായും ശുഭത്വമുള്ള ഗ്രഹമായതുകൊണ്ട് തന്നെ എല്ലാ രാശിക്കാർക്കും ശുഭത്വമാണ് കൊടുക്കുന്നത്. എങ്കിലും 3 രാശിക്കാർക്ക് വ്യാഴം നൽകുന്ന ശുഭത്വം ഓപ്പോസിറ്റ് ഫലമാണ് നൽകുന്നത്. 6, 8, 12 ഭാവങ്ങളിൽ വ്യാഴം നൽകുന്ന ശുഭത്വം ഓപ്പോസിറ്റ് ഫലമാണ് നൽകുന്നത്. 6-ാം ഭാവം സാമ്പത്തിക ബാധ്യതയും അടിമ ജോലിയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ജോലി അമിതമായിരിക്കും, പക്ഷെ അതനുസരിച്ചുള്ള വരവുണ്ടായിരിക്കുകയില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ് 6-ാം ഭാവം വരുന്നത്. 8-ാം ഭാവം എന്ന് പറയുമ്പം ആരോഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. 12-ാം ഭാവം അധിക ചെലവും ധൂർത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഭാവങ്ങളിൽ ശുഭദൃഷ്ടി വരുമ്പോഴത്തേക്കും അതിനെ പൊലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കടബാധ്യത ഉണ്ടെങ്കിൽ അതിനെ പൊലിപ്പിക്കുമ്പം കൂടുതൽ കടബാധ്യത വരും. ജോലിഭാരം അമിതമായിട്ടുണ്ടായിരിക്കും, അതിനെ വീണ്ടും പൊലിപ്പിക്കുമ്പം അധിക ജോലിഭാരം വന്ന് ചേരും. ആരോഗ്യ അസുഖമൊക്കെയാണ് 8-ാം ഭാവം. അപ്പം അതിനെ പൊലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 12-ാം ഭാവം എന്ന് പറയുമ്പം അമിത ചെലവാണ്, അതിനെയും പൊലിപ്പിക്കുകയാണ്. തീർത്തും അമിത ചെലവിനെയൊക്കെ പൊലിപ്പിക്കുകയാണ്. വ്യാഴമാറ്റം വരുമ്പോഴത്തേക്ക് അനുകൂലമല്ലാത്ത ഭാവക്കാർ 6, 8, 12 ഭാവങ്ങളാണ്. അപ്പോൾ അതേതാണെന്ന് നോക്കുമ്പോഴത്തേക്ക് 6-ാം ഭാവമായി വരുന്ന കുംഭരാശിയും 8-ാം ഭാവമായി വരുന്ന ധനുരാശിയും 12-ാം ഭാവമായി വരുന്ന ചിങ്ങരാശിയും ശ്രദ്ധിക്കണം. ചിങ്ങരാശി എന്ന് പറയും മകം, പൂരം, ഉത്രം ആദ്യ ഭാഗം. ധനുരാശി എന്ന് പറയുമ്പം മൂലം, പൂരാടം, ഉത്രാടം കാല്. കുംഭരാശി എന്ന് പറയുമ്പോൾ അവിട്ടം, ചതയം, പൂരുരുട്ടാതി. ഈ രാശിക്കാർ ആരോഗ്യ കാര്യത്തിലും ആഹാര കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധ വയ്ക്കണം. ബാക്കി എല്ലാ രാശിക്കാർക്കും വ്യാഴം ഗുണഫലമാണ് തരുന്നത്. മേടം, ഇടവം, മിഥുനം, കർക്കിടകം, കന്നി, തുലാം, വൃശ്ചികം, മകരം, മീനം തുടങ്ങിയ രാശികൾക്കെല്ലാം വ്യാഴം അനുകൂല ഫലങ്ങളാണ് നൽകുന്നത്.